എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ടതില്ല, പക്ഷെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് നിപ്പ വൈറസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2018 നമുക്ക് ഇവിടെ കേരളത്തിൽ ആദ്യമായി. ടീച്ചർ ഒരു മിനിറ്റ്, എനിക്ക് നാട്ടുകാരോട് ചിലർ കാര്യം പറയാനുണ്ട്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നിപ്പ വൈറസ് എന്ന് പറയുന്ന ഒരു ഭീകരമായ അസുഖം ഇതാ വീണ്ടും 5ാം തവണ എങ്ങാണ്ടാണ് നമ്മുടെ കോഴിക്കോട്, നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഓടിക്കതച്ച് പോയത് ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ മുരളീധരന്റെ അടുത്തേക്കല്ല, ശൈല ടീച്ചറുടെ അടുത്തേക്കാണ്. തോറ്റുപോയ ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ്. ഏത് രീതിയിൽ? ജനങ്ങൾ തോൽപ്പിച്ച ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ്. എന്തിനാണ് മാധ്യമങ്ങളെ നിങ്ങൾ ശൈല ടീച്ചറെ, കെ ശൈല ടീച്ചറെ കാണാൻ നിങ്ങൾ എന്തിനാ പോയേ? നമുക്ക് ഇതിന്റെ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ നമുക്കൊരു മന്ത്രി ഉണ്ടല്ലോ, ഒരു ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രി ഇല്ലേ കോൺഗ്രസിലെ. നമ്മുടെ വി ഡി സതീശ മേനോൻ ഗവൺമെന്റിലെ ഒരു ആരോഗ്യമന്ത്രി നമുക്ക് മുമ്പിലുണ്ട്. നിങ്ങൾ എന്തേ മൈക്കും നീട്ടിയിട്ട് അവരെ മുമ്പിലേക്ക് പോകാതിരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പോകേണ്ടതല്ലേ? എന്തുകൊണ്ട് ഇവരാരും പോയില്ല? ഇത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ടും ആലോചിച്ച് ഉത്തരം പറയേണ്ട സംഗതിയാണ്. ഒരാളും പോയില്ലല്ലോ. അപ്പോഴാണ് നമുക്ക് ഇതിനൊരു ഉത്തരം കിട്ടുക. എന്തുകൊണ്ട് പോയില്ല? എന്തുകൊണ്ട് പോകുന്നില്ല? ഇതിനെ ശാസ്ത്രീയമായിട്ട് ടാക്കിൾ ചെയ്ത ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവരുടെ പേരാണ് കെ ശൈലജ ടീച്ചർ. അവരൊരു ഇടതുപക്ഷക്കാരിയാണ്, മാർക്സിസ്റ്റുകാരിയാണ്. CPIM നേതൃത്വം നൽകിയ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. പിണറായി വിജയനായിരുന്നു നായകൻ, അതിലെ ആരോഗ്യമന്ത്രിയായിരുന്നു. അവരെ മുമ്പിലേക്ക് ആണ് ഇപ്പോൾ മാധ്യമങ്ങൾ അവരെ കുഴലുമായിട്ട് ചെന്നെത്തുന്നത്. എന്തുകൊണ്ട് എന്നതിന് ഒരു ഉത്തരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഉത്തരം ഇങ്ങനെയാണ്. അതാണ് പണ്ട് കാലത്ത് എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഓണാഘോഷിന്റെ കാലം മറന്നു. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കരുണാകരനും AKAന്റെയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ ഇത് രോഗം പരത്താൻ കാരണം? ഭരിക്കുന്നതും ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ്. വഷള വർത്തമാനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല, വഷള വർത്തമാനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തലയ്ക്ക് ഓളമുള്ള എല്ലാവർക്കും മനസ്സിലാകും, ഒരു സംശയവുമില്ലാത്ത മനസ്സിലാകും. നോക്കൂ, അന്ന് നിപ എന്ന് പറയുന്ന ആ ഒരു വൈറസ് കേരളത്തിൽ ആദ്യമാണ്. നമുക്കറിയില്ല, ഇങ്ങനത്തെ ഒരു അസുഖത്തെ കുറിച്ച് അറിയില്ല. ഇത് പരിശോധിച്ച ഒരു അധ്യാപകൻ, ഞാൻ ഈ അധ്യാപകരുടെ അടുത്തേക്ക് എത്തുന്നു, ഒരു ഡോക്ടർ, അദ്ദേഹം നന്നായിട്ട് വായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ താൻ ഏതൊരു ലേഖനത്തിൽ ഇത് വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതേ സിംറ്റം ആണല്ലോ ഇവർക്കുള്ളതെന്ന് അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇത് ഭയപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, നിപ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് അറിയില്ല, അതിനെ ടാക്കിൾ ചെയ്യേണ്ടത് പ്രോട്ടോക്കോളിനെ കുറിച്ച് അറിയില്ല, അതിന്റെ ഐസൊലേഷൻ രീതികളെ കുറിച്ച് അറിയില്ല, ഒന്നുമേ ഒരു പിടുത്തവുമില്ല. മനസ്സിലാക്കണം. അപ്പോഴാണ് ഒരു ചിത്രവും ഇല്ലാത്ത ആ ഒരു ഫുള്ളി ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു രോഗിയെ, ഒപ്പം തന്നെ ആ രോഗിയിൽ നിന്ന് രോഗം ബാധിച്ച മറ്റുള്ളവരെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന് പറയുന്ന ഒരു രൂപരേഖ ഉണ്ടാക്കിയെടുത്തത് അതിന്റെ നേതാവാണ് കെ ശൈലജ ടീച്ചർ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ മൈക്കും തൂക്കിയിട്ട് കെ ശൈലജ ടീച്ചറുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ടത്, എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരവും മറ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി മുമ്പിലേക്ക് എത്താത്തതെന്ന്. അന്ന് ഇദ്ദേഹം പറഞ്ഞതാണ്, എണ്ണം കെട്ടവന്മാർ ഭരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ട് ഈ സമയത്ത് ഈ പറയുന്ന അന്ന് ഇങ്ങനെ പ്രസംഗിച്ച അതേ മനുഷ്യൻ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ട് നിപ വന്നു? ആ സെയിം ഡയലോഗ് ഇദ്ദേഹം ആവർത്തിക്കുമോ? ഇതാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം. ആ ഒരു ചോദ്യം ഈ പറയുന്ന മനുഷ്യനോട് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തുത്തരം പറയാനുണ്ട് എന്ന് നിങ്ങൾ കേൾക്കണ്ടേ? That's a funny answer. That's the greatest funny answer I have ever heard. You just listen it. ഇപ്പൊ ഇതിന്റെ ഈ ബാക്കിലത്തെ കണ്ടില്ലേ, സർക്കാരിന്റെ ഒഫീഷ്യലാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. കെ മുരളീധരൻ പ്രതിപക്ഷത്തിലുള്ളപ്പോ പറഞ്ഞത് ഈ ഇരിക്കുന്ന സീറ്റ് ബാധകമല്ല. എന്തൊരു ഉത്തരാണ് അല്ലേ? അതായത് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എന്നാ തെണ്ടിത്തരം വേണമെങ്കിലും വിളിച്ചു പറയാം, പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എന്തും വേണമെങ്കിലും വിളിച്ചറിയാം. അത് കേട്ടിട്ട് ചിരിക്കാൻ കുറേ ജനങ്ങൾ തൊട്ട് മുമ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് എന്തുമേ വിളിച്ചു പറയാം. പക്ഷേ
ഭരണപക്ഷത്തായിരിക്കുമ്പോൾ ഇതൊക്കെ സ്വന്തം നെഞ്ചത്തേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ നമ്മൾ ഈ ഗാലറി എന്നിട്ട് കളി കാണുന്ന പോലെ, ഫുട്ബോൾ കളി കാണുന്ന പോലെ നമുക്ക് എന്ത് വിളിച്ചു പറയാം, എടാ ഫോർവേഡ് അങ്ങോട്ട് നീങ്ങടാ, ഇങ്ങോട്ട് നീങ്ങടാ, അങ്ങോട്ട് അടിക്കടാ, ഇവൻ എന്തേ കാട്ടണ ഈ മൊയന്ത്, എടാ കാലോ കൊണ്ട് മറ്റൊരു പാസ് കൊടുക്കടാ എന്നൊക്കെ വിളിച്ചു പറയാം. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം സുഹൃത്തുക്കളെ. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. അവിടെ നിന്ന് വിളിച്ചു പറയുന്ന പോലെ ആവില്ല ഗ്രൗണ്ടിലെ കളി, അത് വേറെയാ. അതിപ്പോൾ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട ഈ ഒരു മന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പുറകിൽ കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഭാഗമാണ്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ ബാധകമല്ലെന്ന്. I don't know what to say. My goodness. ഒരു പിടുത്തം കിട്ടില്ല. എന്താ അതിനൊക്കെ ഉത്തരം പറയുക? എന്ത് ഉത്തരവാദിത്വമില്ലാത്ത ഡയലോഗാണ് ഈ പറഞ്ഞത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാമെന്നും ഭരണപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതൊന്നും ബാധകമല്ല എന്നും. അത് ശരിയാണതേ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവര് എന്താ പറയാ, പലതും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിവർത്തിക്കേണ്ട കാര്യമില്ലാന്ന്, അല്ലേ? അതൊന്നും നടപ്പിലാക്കേണ്ട കാര്യമില്ലാന്ന്. എൻ്റെ പൊന്നു നാട്ടുകാരെ, ശൈലജ ടീച്ചറുടെ വർത്തമാനമാണ് ഈ സമയത്ത് നമ്മൾ കേൾക്കേണ്ടത്, വേറെ ആരുടെയല്ല. കാരണം അവരിതില് അനുഭവിച്ച വ്യക്തിയാണ്. ഈ നിപയെ ധൈര്യപൂർവ്വം ശാസ്ത്രീയമായിട്ട്, അല്ലാതെ അസുഖം വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ പോയിട്ട് പ്രാർത്ഥിച്ച് മാറ്റിയതല്ല, ശാസ്ത്രീയമായിട്ട് മാറ്റിയതാണ് ആ ഒരു നിപ എന്ന് പറയുന്ന അസുഖത്തെ. എന്തായാലും ഇനി നിങ്ങൾ കേൾക്കേണ്ടത് ശൈലജ ടീച്ചറെയാണ്. വ്യക്തമായിട്ടുള്ള ഉത്തരം നോക്കൂ. ഒരിടത്ത് പോലും നിപ വന്നതിനെ കുറിച്ച് ഒരു നെഗറ്റീവ് പരാമർശം പോലും ആ ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ഒരു വാക്ക് പോലും കേൾക്കാൻ കഴിയില്ല. സോ ജസ്റ്റ് ലിസൺ ഇറ്റ്. നിപ വൈറസ് ബാധയുണ്ടായിട്ടുള്ളത് അന്ന് വലിയ ഭയമായിരുന്നു. കാരണം ഇതിനൊരു പ്രോട്ടോകോൾ ഇല്ല, കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ല. മാത്രമല്ല അത് വന്ന് ആദ്യത്തെ ആളിൽ നിന്ന് അത് നിപ്പയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറെ പേർക്ക് പകർന്നിരുന്നു. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആ പകർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളുടെ കോണ്ടാക്ട് ലിസ്റ്റ് ശേഖരിച്ചുകൊണ്ട് അവരെല്ലാം ഐസൊലേറ്റ് ചെയ്തു. ചെങ്ങന്നൂർ ഗ്രാമം, നിപ്പ വന്ന ഗ്രാമം നമ്മൾ പൂർണ്ണമായിട്ടും അടയ്ക്കുകയും അവിടെയുള്ള ആളുകൾക്ക് എല്ലാ ജീവിതത്തിന് ആവശ്യമായ സാധന സാമഗ്രികളും എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ഡോക്ടർമാർ എന്തോരം ചെയ്തല്ലേ, എന്തൊരു കൃത്യമാണ്, എന്തൊരു വ്യക്തമാണ്. ഒരു അലമ്പാ വർത്തമാനങ്ങളുമില്ല, ഒരാളെപ്പോലും വിട്ടുകളയുന്നില്ല. എല്ലാവരെയും പരിപൂർണമായിട്ടും അവർക്ക് ഓർമ്മയുണ്ട്. അതാണ് മനുഷ്യൻ, അതാണ് കമ്മ്യൂണിസ്റ്റുകാർ. നഴ്സുമാരും എല്ലാം ചേർന്നിട്ടുള്ള സ്തുത്യർഹമായ ഒരു പ്രവർത്തനമാണെന്ന് കാഴ്ചവെച്ചത്. മാധ്യമങ്ങളും നല്ല രീതിയിൽ സഹായിച്ചു. മോശമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാർത്തകളൊന്നും വരാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. നമ്മൾ അന്ന് നിപ്പ നേരിടുന്നതിനാവശ്യമായിട്ടുള്ള പ്രോട്ടോകോളും SOPയും അന്ന് രൂപീകരിക്കുകയുണ്ടായി. അത് ഉപയോഗിച്ചിട്ടാണ്. അന്ന് നമ്മുടെ മുന്നിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നില്ല. ലോകത്തിൽ എബോള വൈറസ് വന്നപ്പോൾ സ്വീകരിക്കുന്ന പ്രോട്ടോകോളിന്റെ സാധ്യത പരിശോധിച്ചുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഈ പരിശോധനയും ഐസൊലേഷനും ക്വാറന്റൈനും ഒക്കെ നിശ്ചയിച്ചത്. അപ്പൊ ഇപ്പോ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു രീതിയുണ്ട്. അപ്പൊ അതിനുശേഷം 3 തവണ വീണ്ടും കേരളത്തിൽ വൈറസ് ബാധ. അവിടെ ടീച്ചർ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സാധനം അതാണ്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു രീതിയുണ്ട്. ഈ അസുഖം വന്നാൽ ഇപ്പോഴധികം ഭയപ്പെടേണ്ട. നമ്മുടെ മുമ്പിൽ ഒരു രീതിയുണ്ട്, അത് ഫോളോ ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഞാൻ ഒന്നുകൂടി ഒരു രസകരമായിട്ട് നിങ്ങൾ പറയട്ടെ. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അത്തരം അസുഖം ഇനിയും നമ്മുടെ കേരളത്തിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് അത്തരം അസുഖത്തെ ഇല്ലാണ്ടാക്കേണ്ടതെന്നതിനെ കുറിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരു രൂപരേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ കെ മുരളീധരൻ അടക്കമുള്ള സംഘങ്ങൾ ഒന്ന് പോയാൽ മതി. ഇറ്റ്സ് സോ ഈസി നത്തിങ് എൽസ്. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കേസ് എന്നുള്ള നിലയിൽ വരുമ്പോൾ തന്നെ നമുക്കത് ഇടപെടാനും രോഗിയെ രക്ഷിക്കാനും കൂടുതൽ ആളുകളിലേക്ക് പകരാതെ ശ്രദ്ധിക്കാനും കഴിഞ്ഞു. കാരണം നമ്മുടെ ഹെൽത്ത് സിസ്റ്റം സജ്ജമാണ് അതിന്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള ആ സമയത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നിപ്പയെ പ്രതിരോധിക്കാൻ വേണ്ടി നന്നായിട്ട് ഇടപെട്ടു. ആരോഗ്യവകുപ്പ് അതിന്റെ ഭാഗമായിട്ട് പ്രതിരോധിക്കാനും നമുക്ക് സാധിച്ചു. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എന്റെ അന്നത്തെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ പേഷ്യന്റിന്റെ കോണ്ടാക്ട് ലിസ്റ്റ് ട്രേസ് ചെയ്യണം.
അവരെ ആകെ നല്ല പരിശോധനയിൽ കൊണ്ടുവരണം. കൂടുതൽ ആളുകൾക്ക് പകരാതെ അത് നോക്കാനും പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, ഇപ്പൊ ഈ വൈറസ് ബാധക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് അസുഖം സുഖപ്പെടാനുള്ള മരുന്ന് ഇല്ല എന്ന് തന്നെ പറയാം. പല വൈറസിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ റിബാവിറിൻ പോലുള്ള മരുന്നുകളാണ് നമ്മളന്ന് പ്രയോഗിച്ചത്. അന്നൊരു ഞാനിപ്പോ ആലോചിക്കുന്നത്, അല്ലടോ, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടാക്ട് ലിസ്റ്റുകള്, ആ രോഗി പോയ രൂപരേഖകള്, അത് ഏതൊക്കെയെന്നൊക്കെ ട്രേസ് ചെയ്യലുകള്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വല്ലവരും അറിഞ്ഞായിരുന്നോ? അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോടെ? നോക്കാം. മോണോക്ലോണൽ ആന്റിബോഡി അത് ഓസ്ട്രേലിയയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അത് കേരളത്തിൽ എത്തിച്ചിരുന്നു, വിമാനമാർഗം എത്തിച്ചിരുന്നു. അന്ന് നമുക്കത് കൂടുതൽ പ്രയോഗിക്കേണ്ടി വന്നില്ല. ICMR അത് സ്റ്റോക്ക് ചെയ്യുകയാണ് നമ്മൾ അന്ന് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതലായിട്ടൊന്ന് ഉപയോഗിച്ചത് റിബാവിറിൻ പോലുള്ള ആന്റി വൈറലുകളായിരുന്നു. അപ്പോ ഡോക്ടർമാർ, അതായത് അവർക്ക് കൊടുക്കേണ്ട മരുന്ന് അന്ന് കൊടുക്കുന്നത് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. വലിയ ഭയമൊന്നും വേണ്ട, ശൈലി ടീച്ചർ ആക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ലേ. ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആശങ്കപ്പെടാതെ, എന്നാൽ ഒട്ടും കൃത്യവിലോപം കാണിക്കാതെ നമുക്ക് ഇതിന്റെ ഈ പേഷ്യന്റിന്റെ കോൺടാക്ട് ലിസ്റ്റ് ഒക്കെ ട്രേസ് ചെയ്തുകൊണ്ട് നേരിടാൻ സാധിക്കണം. അതിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. ടീച്ചറെ, ആ സമയത്ത് ഇന്നത്തെ ആരോഗ്യമന്ത്രിയായ കെ മുരളീധരൻ നടത്തിയ ഒരു പ്രസ്താവന, ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് ആ രീതിയിലുണ്ടായ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. കേൾക്കണട്ടാ, ആരോഗ്യമന്ത്രിയും അടക്കം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രയോഗമായിരുന്നു ഉണ്ടായത്. നാട് മുടിയും എന്നുള്ള പരാമർശിക്കുക ഗംഭീരാണ്. ഇപ്പോൾ വീണ്ടും അതേയാള് തന്നെ ആരോഗ്യമന്ത്രി ആവുമ്പോഴാണ് വീണ്ടും നിപ്പ രോഗബാധ ഉണ്ടാകുന്നത്. അതില് നമ്മളൊക്കെ വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പ്രശ്നങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട്, ഇപ്പം നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെന്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. വൈറസൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എങ്ങനെയുണ്ട്? ഒരു നിമിഷം വേണമെങ്കിൽ KK ശൈലി ടീച്ചർക്ക് ഒന്ന് പരിഹസിക്കാം. നമ്മുടെ മുരളീധരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി പരിഹസിച്ചോ? അല്ലല്ലോ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ അസുഖത്തെ തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത്. വേറെ എന്തോന്നുകൂടി ചോദിച്ചു കേട്ടോ. എന്താണ്? പ്രശ്നക്കാരായതുകൊണ്ടാണ് ഇപ്പൊ വന്നത് എന്നാണ് അന്ന് ഉമ്മൻചാണ്ടിയും കർണാടകം മുഖ്യമന്ത്രിയായിട്ട് ഈ ഒരു രോഗം ഉണ്ടായിട്ടില്ല. എണ്ണം കണ്ടവര് നാട് ഭരിക്കുമ്പോൾ ഈ ഒരു രോഗം വന്നു. അതെ, നിങ്ങൾ മീഡിയ ഇതൊക്കെ ഓർമ്മിച്ചു വെക്കുന്നത് നല്ലത്. ഞാനതൊന്നും ഇപ്പൊ ഓർമ്മിച്ചിട്ടില്ല. കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഏതായാലും അതുപോലെ പറയാൻ തയ്യാറാവുന്നില്ല. ഭരണമൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധികൾ വരിക. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പകർച്ചവ്യാധികളെ നേരിടാൻ ഇടപെടേണ്ടത് ഭരണക്കാരാണ്. അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മളെ ജനം കുറ്റപ്പെടുത്തും. അന്ന് നമ്മള് നിപ്പ വൈറസിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഇടപെട്ട രീതി ലോകം മുഴുവൻ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചിലര് പരിഹസിച്ചെങ്കിലും അമേരിക്കയിലെ ബാൾട്ടിമോർ ബയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുഖ്യമന്ത്രിയോടൊപ്പം എന്നെയും വിളിച്ചിരുന്നു. അവിടെ നിന്നൊരു ഫലക ഞങ്ങൾക്ക് വന്നപ്പോ ഈ കുപ്പി കഷ്ണം വാങ്ങാനാണോ അവിടെ പോയെന്നൊക്കെ ചോദിച്ചിരുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. പക്ഷെ അവിടെ റോബർട്ട് ഗാലോ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ ഇരുന്നു കൊണ്ടാണ് ചർച്ച നടത്തിയത്. നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്ന് പറഞ്ഞപ്പോ നമ്മളിവിടെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ അവരോട് മുഖ്യമന്ത്രി എന്നോട് ആരോഗ്യമന്ത്രി അത് വിശദീകരിക്കാൻ. അങ്ങനെ ആ വിശദീകരിച്ചപ്പോ ആ ശാസ്ത്രജ്ഞന്മാര് നമ്മളെ അഭിനന്ദിച്ചു. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ എന്നാണ് അവർ ചോദിച്ചത്. ടു കണ്ടെയ്ൻ ദി സച്ച് കൈൻഡ് ഓഫ് എ വൈറസ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഒരു ചെറിയ സമയത്തിനുള്ളിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ, അതും ഇത്രയും തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് സാധിച്ചു എന്നുള്ളത് അവർ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്, ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും എല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടലാണ്, ജനങ്ങളുടെ സഹകരണമാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അതന്നെയാണ് ശരിയും. അപ്പോ അതാണ്. എന്തായാലും ഞാനത് മുഴുവൻ നിങ്ങൾ കേൾപ്പിക്കണോ? ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലേ. എനിക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അവരെ ഈ പറയുന്നൊക്കെ എന്തൊരു ഭംഗിയായിട്ടാണ് അല്ലേ. അന്ന് ശൈലി ടീച്ചർ അടക്കമുള്ള നമ്മുടെ ഗവൺമെന്റ് അവാർഡ് കിട്ടിയപ്പോഴും പരിഹസിക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്തത്. ഒരു തരത്തിലേക്ക് തോന്നുന്നത് ആ പരിഹാസത്തിനൊക്കെ കർമ്മ അല്ലേ, പണി നേരം പോലെ തിരിച്ചു കിട്ടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പണി അപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കിയൊന്ന് കേൾക്കാം. ചിലപ്പോൾ ഇത് തപ്പിപ്പിടിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ. നമ്മള് പരാജയപ്പെടരുത്. ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഇവിടെ അതൊന്നും ഇല്ലാഞ്ഞിട്ടാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ടീച്ചർ പറഞ്ഞ പോലെ ഇതൊന്നും പരിശോധിക്കാൻ സംവിധാനം ഇവിടെ ഇല്ലാണ്ടല്ല, അതൊക്കെ ഇവിടെ ഉണ്ട്.
ഇതൊക്കെ ഇന്നതാ അസുഖം എന്നൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഇത് കൺഫേം ചെയ്യേണ്ട കേന്ദ്രത്തിൽ നിന്നാണ്. അങ്ങനത്തെ ചില പ്രോട്ടോക്കോളുകളൊക്കെയാണ് അന്ന് നമ്മുടെ ഗവൺമെൻറ് ഫോളോ ചെയ്തത് എന്നർത്ഥം. എന്തായാലും സുഹൃത്തുക്കളെ, എന്തായാലും അത് അന്ന് ഫോളോ ചെയ്യുക എന്ന് മാത്രമായിരുന്നു ഗവൺമെൻറ് ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും സംഗതി ഗംഭീരമാണ്. മാധ്യമങ്ങൾക്കെങ്കിലും, ജനങ്ങൾക്ക് മനസ്സിലായ പോട്ടെ, മാധ്യമങ്ങൾക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അവസാനം ചെന്നുപെട്ടത്. ബൈ.